വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ, അതായത് പിണറായി വിജയൻ സർക്കാർ എത്രമാത്രം അവഗണനയാണ് ദളിത് വിഭാഗത്തോട് കാണിച്ചത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പാരിയത്തുകാവിൽ, എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിൽ അരങ്ങേറിയത്. അതേസമയം സഖാക്കൾ പതിവ് പോലെ ഈ സംഭവത്തെ ആകെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് UDF സർക്കാരിൻ്റെ, സതീശൻ സർക്കാരിൻ്റെ ദളിത് വേട്ട എന്നൊക്കെയാണ് ഇവർ ഇതിനെ അവതരിപ്പിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ സഖാക്കളോട് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾ ദേശാഭിമാനി മാത്രം വായിക്കുന്നവരല്ല, കേരളത്തിലെ ജനങ്ങൾ കൈരളി TV മാത്രം കാണുന്നവരല്ല. എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ഇവർ കാണുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നവരാണ്. നിങ്ങൾ ഇനി എത്ര കാലം നിങ്ങൾ ഇനി കള്ളത്തരവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തോറ്റിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? തിരിച്ചു വരും എന്നാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇവർക്ക് വളരെ കൃത്യമായ മറുപടി കൊടുത്തു. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു തരത്തിലുള്ള ക്ഷേമ പദ്ധതികളും ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ മാറ്റിയത്. നിങ്ങളോട് പറഞ്ഞോ പുറത്ത് കടക്കാൻ വേണ്ടി പറഞ്ഞോ, കടക്ക് പുറത്ത്. എന്നിട്ട് VD സതീശനോട് പറഞ്ഞു, VD സതീശ ഭരിച്ച് കാണിക്ക്. VD സതീശൻ വളരെ കൃത്യമായി, അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും അധികാരമേറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും ജനക്ഷേമകരമായ, ജനോപകാരപ്രദമായ, ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ പറഞ്ഞ് അന്തംഗമ്മികൾ, ഇത് കേൾക്കുന്ന അന്തംഗമ്മികൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്. ഏതെങ്കിലും ഒരു സർക്കാർ അധികാരമേറ്റ ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, എന്തൊക്കെയായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചത്? ഒന്ന്, കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും അതിദയനീയമായ ഒരു സമരം നടന്നു. 265 ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ വെയിലും മഴയും കൊണ്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഞങ്ങളുടെ പ്രതിദിന വേതനം 700 രൂപയാക്കി തരൂ, ഞങ്ങൾക്കൊരു പ്രതിമാസം 21,000 രൂപയാക്കി തരൂ, ഇപ്പം വെറും 7,000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഇവിടുത്തെ ആശാ വർക്കർമാർ 265 ദിവസം സമരം ചെയ്തപ്പോൾ പിണറായി വിജയൻ സർക്കാർ എന്താ പറഞ്ഞതെന്നറിയോ? സമരം ചെയ്യേണ്ടത് ഇവിടെയല്ല, നിങ്ങൾ ഡൽഹി പോയി സമരം ചെയ്യ്, ഞങ്ങളല്ല കൂട്ടിത്തരേണ്ടത്, ഇത് കൂട്ടിത്തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇടോ, ഓണറേറിയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൂട്ടിക്കൊടുക്കേണ്ടതാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ്. എന്നിട്ട് സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട്, ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട് പടുമരം കരിയും, അല്ലെ? ഇളമരം കരിയുമൊന്നുമില്ല, പടുമരം കരിയും എന്ന് പറഞ്ഞു. നിങ്ങൾ പാട്ടകുലിക്കുകളാണ്, നിങ്ങൾ ഈർക്കിൽ സംഘടനകളാണ്, നിങ്ങൾ എന്താ പറയാ, തൊഴിലാളി വിരുദ്ധരാണ്. വേറൊരു CITയുടെ നേതാവ് പറഞ്ഞു, നിങ്ങൾ സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളാണ്, സുരേഷ് ഗോപിന്റെ ഉമ്മ വാങ്ങാൻ വന്നവരാണ്. എന്തൊക്കെ തരത്തിലാണോ അധിക്ഷേപിച്ചത്? പാതിരാത്രി കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ടാർപ്പാളിൻ ഷീറ്റിന്റെ അടിയിൽ ഈ പറയുന്ന ഈ സ്ത്രീകൾ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പോലീസുകാരെ പറഞ്ഞയച്ചു. അധമനായ, നൃശംസനായ, ക്രൂരനായ, തെമ്മാടിയായ വിജയൻ, പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് ആ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകൊണ്ട് പോവുകയാണ് പോലീസ്. പെരുമഴയത്ത് ആ സഹോദരിമാരും അമ്മമാരും വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച കേരളം കണ്ടു. പിറ്റേന്നാണ് സുരേഷ് ഗോപി ഇവർക്ക് കൊട കൊടുത്തത്. അപ്പോഴാണ് അധിക്ഷേപിച്ചത്. സുരേഷ് ഗോപി കൊട മാത്രമേ തന്നിട്ടുള്ളൂ, ഉമ്മയും തന്നില്ലേ എന്ന് ചോദിച്ച അധമരാണ്. VD സതീശൻ സർക്കാർ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ഈ സമര പോരാളികൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, UDF അധികാരത്തിലെത്തിയാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ആദ്യ ദിവസം അധികാരമേറ്റ് ആദ്യ ദിവസം തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ VD സതീശൻ 3000 രൂപ വർധന പ്രഖ്യാപിച്ചു. പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 5 വർഷം ഇവർക്ക് ആകെ കൂട്ടിക്കൊടുത്തത് 2000 രൂപയാണ്. ഈ 5 വർഷം തുടക്കത്തിലൊന്നും അല്ല കേട്ടോ. ഈ 5 വർഷം ഭരണം തീരാൻ വേണ്ടി പോകുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെ, എന്ന് പറഞ്ഞാൽ 265 ദിവസം സമരം ചെയ്തിട്ട് 10 പൈസ കൂട്ടിക്കൊടുത്തില്ല. 10 പൈസ ഞങ്ങൾ കൂട്ടിക്കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1000 രൂപ പിച്ചക്കാശ്. അത് കഴിഞ്ഞിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചിട്ട് വേറെ 1000 രൂപ എന്ന് പറഞ്ഞാൽ ആകെ 2000 രൂപ 5 വർഷം കൊണ്ട് കൂട്ടിക്കൊടുത്ത പിണറായി സർക്കാർ നാണം കെട്ടു. സതീശൻ ആദ്യത്തെ ദിവസം 3000 രൂപ കൂട്ടിക്കൊടുത്തു. ഈ ഉളുപ്പും മാനുമില്ലാത്ത ബാലഗോപാൽ പറഞ്ഞത്, 3000 കൂട്ടിക്കൊടുത്തിട്ടുള്ളൂ. ഇവനാണ് പറഞ്ഞത്, ഈ അധമനാണ് പറഞ്ഞത്. KN ബാലഗോപാൽ എന്ന് പറയുന്നത് 3000 കൊടുത്തിട്ടുള്ളൂ. ഇവൻ 5 വർഷം കൊടുത്തത് ആകെ 2000 ആണ്.
5 വർഷം കൊടുത്ത 2000 കൊടുത്തവൻ പറയാണ് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്ത 3000. ഓ ഇതെന്താണ് 21,000 ആക്കി കൊടുക്കണ്ടേന്ന്. 21,000 ആക്കി കൊടുക്കേണ്ടത്. ഖജനാവ് മുടിപ്പിച്ചവൻ കള്ളത്തരം പറയാണ് 6000 കോടി അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് കോടി രൂപ നിങ്ങൾ കേട്ടാൽ ഞെട്ടും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ 1,00,000 കോടിയോളം വരും. ഇവിടെ എല്ലാവർക്കും മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ, സിവിൽ സപ്ലൈസിന് വിതരണം ചെയ്തവർക്ക് കൊടുക്കാൻ, ഇവിടുത്തെ എന്താ പറയാ ക്ഷേമ നിധിയിലേക്ക് അതിൽ നിന്ന് വകമാറ്റിയത്, ചുരുക്കി പറഞ്ഞാൽ കോടികൾ. ഇവര് അധികാരമേൽക്കുമ്പോൾ, ഇടതുപക്ഷം അധികാരമേൽക്കുമ്പോൾ ആകെ 1.5 കോടിയായിരുന്നു സംസ്ഥാനത്തിന്റെ കടബാധ്യത. ഇപ്പോഴതിലും വേണം 6 കോടിയായി. 6 ലക്ഷം കോടി, 6 കോടിയല്ല 6 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ കേരളത്തെ കടത്തിൽ മുക്കി കൊന്ന ഉളുപ്പില്ലാത്ത ഈ അധമക്കൂട്ടങ്ങൾ, തെണ്ടിക്കൂട്ടങ്ങൾ പറയുകയാണ് 3000 അല്ലേ കൂട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നാണം കെട്ട് നിൽക്കുകയാണിപ്പോ. 10 വർഷം ഭരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എറണാകുളം ജില്ലയിൽ പാര്യത്തുകാവിൽ അവിടുത്തെ 8 ദളിത് കുടുംബം. നിങ്ങൾ ആലോചിക്കണം, പാര്യത്തുകാവിൽ എന്താ സംഭവിക്കുന്നത്. ഇന്നലത്തെ നിങ്ങൾ കേട്ടാൽ, ഇന്നലത്തെ ദേശാഭിമാനി കണ്ടാൽ, ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം കേട്ടോ. ഇന്നലത്തെ ദേശാഭിമാനിയാണേ. എന്താ തലക്കെട്ട് അറിയോ? 3-ാം നാൾ ദളിത് വേട്ട. തലക്കെട്ട് കേട്ടില്ലേ? ദളിത് വേട്ട 3-ാം നാൾ, അധികാരമേറ്റ് 3-ാം നാൾ ദളിത് വേട്ട, പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ. ഇത് ഈ വാർത്ത കണ്ടാലും വായിച്ചാലും മനസ്സിലാകുക എന്താണെന്ന് അറിയൂ. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ എറണാകുളം ജില്ലയിലെ 8 ദളിത് കുടുംബങ്ങളെ വലിച്ചിറക്കി. പോലീസ് അതിക്രമം, സ്ത്രീകളെ മുഴുവനും തല്ലിച്ചതച്ചു. 8 ദളിത് കുടുംബങ്ങളെ 3-ാം ദിവസം, അധികാരമേറ്റ് 3-ാം ദിവസം VD സതീശൻ സർക്കാർ ചെയ്തത് കേരളത്തിലെ ദളിത് വേട്ട. ഉളുപ്പില്ലാത്ത കാര്യങ്ങൾ. എന്താ അവിടെ സംഭവിച്ചത്? അതൊന്ന് മനസ്സിലാക്കണം അന്തകമ്മികളെ. അത് നിങ്ങളെ പത്രത്തിൽ ഒരു ചെറിയൊരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ പത്രത്തിൽ ചെറിയൊരു കാര്യം, അതായത് ആ പത്രത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? LDF സർക്കാരിന്റെ കാലത്ത്, മനസ്സിലാക്കണേ, നിങ്ങളുടെ പത്രം, നിങ്ങളുടെ ദേശാഭിമാനി തന്നെ എഴുതിയതാണ്. LDF സർക്കാരിന്റെ കാലത്ത് നേരത്തെ 14 തവണ, എത്ര 14 തവണ അഭിഭാഷക കമ്മീഷൻ നടപടിക്കെത്തിയപ്പോഴെല്ലാം പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങിയതല്ലാതെ പോലീസ് അതിക്രമം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 14 തവണ അഭിഭാഷക കമ്മീഷൻ. എങ്ങനെയാ വന്നതെന്നറിയോ? അതായത് നിങ്ങൾ ഇതിന്റെ ഒരു ചരിത്രം അറിയണം. 58 വർഷം മുമ്പ്, 58 വർഷം മുമ്പ് ശങ്കരൻ നായർ എന്നൊരാള് പെരുമ്പാവൂർ കോടതിയിൽ കൊടുത്തൊരു കേസാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ 2.65 ഏക്കർ ഭൂമി, 2 ഏക്കർ 65 സെന്റ് ഭൂമി കാളുകുറുമ്പൻ എന്ന ഒരാൾ, പട്ടികജാതിയിൽപ്പെട്ട കാളുകുറുമ്പൻ എന്നൊരാൾ തന്റെ 2 ഏക്കർ 65 സെന്റ് സ്ഥലം കയ്യേറി ഒഴിപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശങ്കരൻ നായർ എന്നൊരാൾ എത്ര വർഷം, 58 വർഷം മുമ്പ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ കൊടുത്തൊരു കേസാണ്. ആ കേസ് ഒഴിപ്പിക്കാൻ വേണ്ടി വിധിയായി. അപ്പോഴാണ് ഇവര് അപ്പീലുമായി ചെന്നത്. എവിടെയൊക്കെ പോയി? ജില്ലാ കോടതിയിൽ പോയി. തോറ്റു എന്ന് പറഞ്ഞാൽ ശങ്കരൻ നായർക്ക് ഇത് മാറിക്കൊടുക്കണം. ശങ്കരൻ നായരുടെ ഭൂമിയാണ് ഇവർ കയ്യേറിയത്. ഹൈക്കോടതിയിൽ പോയി, തോറ്റു. അവസാനം സുപ്രീം കോടതി. നിങ്ങൾ ആലോചിക്കണം, 58 വർഷത്തെ നീണ്ട പോരാട്ടത്തിൽ അവസാനം ഈ കേസ് നടത്തുന്നത് ശങ്കരൻ നായരുടെ അടുത്ത തലമുറയാണ്. ശങ്കരൻ നായരുടെ അടുത്ത തലമുറ കേസ് എടുത്തത് സുപ്രീം കോടതി. ഈ സുപ്രീം കോടതി കഴിഞ്ഞിട്ട് വേറെ കോടതി ഇല്ലല്ലോ. സുപ്രീം കോടതി പറഞ്ഞു ഈ 2 ഏക്കർ 65 സെന്റ് സ്ഥലം ആരുടേതാണ്? ശങ്കരൻ നായരുടേതാണ്. അവിടെ കാളുകുറുമ്പൻ അത് അനധികൃതമായി കയ്യേറിയതാണ്. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് കാളുകുറുമ്പന്റെ അനന്തര തലമുറകളാണ്. 8 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു അത് ഒഴിയണം. അത് ഒഴിഞ്ഞിട്ട് ആ സ്ഥലം ആർക്ക് കൊടുക്കണം? ശങ്കരൻ നായരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് മുൻസിഫ് കോടതിയല്ല, ജില്ലാ കോടതിയല്ല, ഹൈക്കോടതിയല്ല, പരമോന്നത കോടതി പറയുകയാണ്. എന്നിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിക്കുമ്പോ 14 പ്രാവശ്യം ഈ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തി ഇത് ഒഴിപ്പിക്കാൻ. അവിടുത്തെ CPM സമ്മതിച്ചില്ല. എന്താ പിണറായി വിജയൻ സർക്കാർ എന്താ ചെയ്യേണ്ടത്? സുപ്രീം കോടതിയുടെ ഉത്തരവല്ലേ?
പിണറായി വിജയന് സുപ്രീം കോടതിയുടെ ഉത്തരവ് തോട്ടിലെറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിണറായി വിജയൻ എന്നല്ല ഒരു സർക്കാരിനും സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്യേണ്ടത്? ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കണം. ഈ 8 കുടുംബങ്ങളെ പിടിച്ച് തെരുവിലേക്ക് ഇറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല ചെയ്യേണ്ടത്. ഈ 8 കുടുംബങ്ങൾക്ക് അവർക്ക് മാന്യമായ ഒരു എന്താ പറയാ പാർപ്പിട സൗകര്യം ഒരുക്കണം. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കുന്നില്ലേ? എന്തൊക്കെ പദ്ധതികളുണ്ട് സർക്കാരിന്റെ? പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എന്തൊക്കെ സഹായ പദ്ധതികളാണ് സർക്കാരിനുള്ളത്? കോടികളല്ലേ ഇവർക്ക് വേണ്ടിയുള്ള ഈ വികസന ഫണ്ടുള്ളത്. 10 വർഷം പിണറായി വിജയൻ സർക്കാർ ചൊറിയും കുത്തിയിരുന്നു. 8 ഈ ദളിത് കുടുംബങ്ങളെ അവരെ പുനരധിവസിപ്പിക്കാൻ പിണറായി സർക്കാർ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഏത് രീതിയിലുള്ള ദളിത് വേട്ടയായിരുന്നു യഥാർത്ഥത്തിൽ. ദേശാഭിമാനിയുടെ ഈ തലക്കെട്ടുണ്ടല്ലോ, ഇന്നലത്തെ ദേശാഭിമാനിയുടെ തലക്കെട്ട് എന്താണ്? ദളിത് അങ്ങനെയാണ് പറഞ്ഞത്, ദളിത് വേട്ട അല്ലെ? ദളിത് വേട്ട. ഈ ദളിത് വേട്ട എന്ന് പറയുന്ന തലക്കെട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ദളിത് വേട്ട നടത്തിയത് ആരാണ്? യഥാർത്ഥത്തിൽ ആ ദളിത് വേട്ട നടത്തിയത് പിണറായി സർക്കാരാണ്. അല്ലാതെ ഇന്നലെ വന്ന സതീശനല്ല. സതീശൻ ഇത് യഥാർത്ഥത്തിൽ 15ാം തവണ അഭിഭാഷക കമ്മീഷൻ വരികയാണ് പോലീസിന്റെ സംവിധാനത്തോടെ. എന്താ പറയാ, രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒന്നുമല്ല പോലീസുകാരെ വരുത്തിയത്. കോടതി പറയുകയാണ് അവിടെ ആമീനും അഭിഭാഷക കമ്മീഷനും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കണം, പോലീസ് സംരക്ഷണം കൊടുക്കണം. ഇത് മാൻഡേറ്ററിയാണ്. സംരക്ഷണം കൊടുക്കണം ഏത് സർക്കാരും. കഴിഞ്ഞ ദിവസം അധികാരത്തിലേറിയ VD സതീശൻ സർക്കാരിന്റെ പോലീസ് വളരെ കൃത്യമായി ഇവർക്കുള്ള സംരക്ഷണം കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ ആത്മഹത്യാ ശ്രമം നടക്കുന്നത്, തലയിലേക്ക് പെട്രോൾ ഒഴിക്കുന്നു, അവിടെ പ്രകോപനം എന്ന് പറഞ്ഞാൽ ഇത് കത്തിക്കണം. യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ അറിവ് അവിടെ CPM-കാർ ചെയ്ത ഏറ്റവും വലിയ അവരുടെ ഒരു കുടിലത എന്ന് പറയുന്നത് അവിടെ ഒരു ദളിത് യുവാവിനെ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഇവർ നടത്തിയത്. എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുകയാണ്, ഞങ്ങളിതാ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാൻ പോവുകയാണ് എന്നൊക്കെ. ഒരു ഒരു ദളിത് യുവാവിനെ കൊണ്ട് നാടകം കളിപ്പിച്ചു. ആരെങ്കിലും ഒരാൾ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരതി അങ്ങോട്ടേക്ക് എറിഞ്ഞിരുന്നെങ്കിലേ ഇതാകെ കത്തിപ്പടരുമായിരുന്നു. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദളിത് വേട്ടയാണ്. സതീശൻ സർക്കാർ അധികാരമേറ്റ ഉടനെ ദളിതുകളെ മുഴുവനും തീ വെച്ച് കൊല്ലുന്നു, ദളിതുകളെ മുഴുവനും ചവിട്ടിയരയ്ക്കുന്നു, ദളിതുകളെ മുഴുവനും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരാസൂത്രണം ചെയ്ത അതിനിന്യമായ ശ്രമമല്ലേ? അപ്പോഴാണ് പോലീസുകാര് എന്താ പറയാ ഈ വെള്ളം ചീറ്റിച്ച് സമരക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്, അവരെ ഇറക്കി വിടാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞ ഉടനെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിന്റെ പുതിയ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു, വേണ്ട, ഒന്നും ചെയ്യരുത്, അതിക്രമങ്ങൾ പാടില്ല. എടോ പിണറായി വിജയ, ഇതേപോലൊരു സുപ്രീം കോടതി വിധി പണ്ട് വന്നില്ലായിരുന്നോ? എന്താണ്? ശബരിമലയിലേക്ക് സ്ത്രീകൾക്കും കയറ്റണം എന്നല്ല പറഞ്ഞത്, സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാം. കേട്ടില്ല എന്ന് ഉടനെ തന്നെ ഇവിടുത്തെ പോലീസുകാരെ മുഴുവനും ശബരിമലയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ പിടിച്ച് കേട്ടില്ലടോ താൻ അധമ. എന്നിട്ട് ഇവിടെ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകളെ മുഴുവനും പോലീസിനെ കൊണ്ട് തല്ലിച്ചില്ലടോ താൻ നടത്തിയ അത്രയും ഭീകരമായ പോലീസ് ഇവിടെ വേറെ ആരാണോ നടത്തിയത്? എന്നിട്ട് പറയാണ് സതീശൻ സർക്കാർ ദളിത് വേട്ട മണ്ണാങ്കട്ട. ഇവിടെ ജനങ്ങൾക്ക് കാര്യം അറിയാ. നിങ്ങൾ 10 വർഷം അവിടെ കുത്തിയിരുന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ 8 കുടുംബങ്ങൾക്ക് മാന്യമായ പുനരധിവാസം ഒരുക്കി കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അതിന് പകരം ഞങ്ങൾ അതിനുള്ള ശ്രമം 10 വർഷങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴിയത്തത് ആനമുട്ട അല്ലേ? ഇതാ ഏറ്റവും പുതിയ വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിലെ ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയും? ഇതാ പര്യത്ത് ഉന്നതി എന്ന് പറയുന്നത് ഇവരുടെ ഈ എന്താ പറയാ ഈ താമസ സ്ഥലത്തെയാണ്. ഉന്നതി എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ, ഈ ദളിത് കുടുംബങ്ങളുടെ ആവാസ കേന്ദ്രത്തിനെയാണ് ഉന്നതി എന്ന് പറയുന്നത്. പര്യത്ത് ഉന്നതി ഒഴിപ്പിക്കാൻ കോടതിയുടെ കർശന നിർദ്ദേശം. കോടതി വീണ്ടും പറയാണ് അവിടുത്തെ ഒഴിപ്പിച്ച്. കോടതിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി ഈ നാട്ടിൽ ഒരു ഉത്തരവ് നടത്തിയാൽ സഖാക്കൾക്ക് അത് ആ ഉത്തരവിൽ നിന്ന് മാറി പറയും കോടതി ഞങ്ങൾ പുല്ലാണ്. ചീഫ് ജസ്റ്റിസിന്റെ കോലൊക്കെ കത്തിക്കും വരുവാണെങ്കിൽ. പക്ഷെ സുപ്രീം കോടതിയുടെ ഒരു വിധി, ആ വിധി പാലിക്കാൻ സംസ്ഥാന സർക്കാർ അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കണം. അത് സതീശൻ സർക്കാർ അല്ല, ചന്ദ്രശേഖർ സർക്കാർ ആണെങ്കിലോ, പിണറായി സർക്കാർ ആണെങ്കിലോ, ഗോവിന്ദൻ സർക്കാർ ആണെങ്കിലോ, ഏത് സർക്കാരാണെങ്കിലും സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് സംസ്ഥാന സർക്കാർ. അപ്പോൾ ദളിത് കുടുംബങ്ങളെ ഇറക്കി വിടേണ്ടി വരും.
അപ്പോൾ അവരെ തെരുവിലേക്ക് അല്ല ഇറക്കി വിടേണ്ടത്, അവർക്ക് മാന്യമായ പാർപ്പിടം ഒരുക്കണമെന്നേ. ഇത് 8 ലക്ഷം ആൾക്കാർക്കൊന്നും അല്ലല്ലോ, വെറും 8 കുടുംബങ്ങൾക്ക്. ഞാനാണ് ചോദിക്കുന്നത്, 8 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു എന്താ പറയാ വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത, അവർക്ക് പാർപ്പിട സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത എടോ പിണറായി വിജയ, താനൊക്കെ എന്താണോ പുളുത്തിയതൂടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ശ്രീനിജൻ MLA കഴിഞ്ഞ 5 വർഷം അവിടുത്തെ MLA ആയിരുന്നു. ശ്രീനിജൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം പോലീസ് വന്നപ്പോ ഇവിടെ ദളിത് വെട്ട ഇവരേതാ കുടിയിറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, എടോ ശ്രീനിജ, കഴിഞ്ഞ 10 വർഷം താനല്ലടോ ഇവിടെ MLA, തനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി, തനിക്ക് ഇവരെ പുനരധിവസിക്കാൻ പറ്റിയടോ എന്ന് ചോദിച്ചപ്പോ ശ്രീനിജൻ കണ്ടം വഴി ഓടി. ശ്രീനിജൻ നീതാ P രാജീവ് എന്ന് പറയുന്ന തോറ്റ എന്ന് പറഞ്ഞ ജനങ്ങൾ തോൽപ്പിച്ച P രാജീവ് വന്ന് പറയുകയാണ്, ഇവിടെ ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ്, ഞങ്ങൾ എന്താ പറയാ ഈ സതീശൻ സർക്കാരിനെ ഞങ്ങൾ താഴെ ഇറക്കും, സതീശൻ സർക്കാരിനെ ഞങ്ങൾ ഓടിക്കും. ജനങ്ങൾ നിങ്ങളെ ഒരു തവണ നിങ്ങളെ വടിയെടുത്ത് ഓടിച്ചതല്ലടോ, അല്ലേ? എന്നിട്ട് അത് മനസ്സിലാക്കാതെ ഇപ്പോഴും ദളിത് വെട്ട. ഇതാ കോടതി പറയണേ, ഇന്നും നാളേക്ക് അവിടെ സംഘർഷഭൂമിയാവാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്നേ. ഈ 8 കുടുംബങ്ങൾക്ക് അവർക്ക് മാന്യമായ പുനരധിവാസം ഒരുക്കി കൊടുക്കുക, അത്ര ചെയ്താൽ മതി. അത് ഏത് സർക്കാരും ചെയ്യാൻ പറ്റും. അത് മിക്കവാറും എന്താ പറയാ VD സതീശൻ സർക്കാർ അത് ചെയ്യും. കാരണം അത്തരത്തിൽപ്പെട്ട ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ജനവികാരത്തിന്, ജനഹൃദയത്തിന്റെ എന്താ പറയാ അതോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ജനഹിത സർക്കാരാണ് ഇപ്പം ഭരിക്കുന്നത്. പിണറായിയുടെ മാതിരി ഇവിടെ പൈസക്കാർക്ക് മാത്രമുള്ള സർക്കാരല്ല. കഴിഞ്ഞ നിങ്ങളുടെ സഖാക്കളെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ മുഷിഞ്ഞ കുപ്പായമുള്ള ആൾക്കാർക്ക് പറ്റില്ലായിരുന്നു എന്ന്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾക്കും പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. മാന്യമായ വസ്ത്രം ധരിച്ച ഇവിടുത്തെ പൈസക്കാർക്ക്, പണക്കാർക്ക്, ഇവിടുത്തെ അഴിമതിക്കാർക്ക്, കൊള്ളക്കാർക്ക് മാത്രമേ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ തൊഴിലാളികൾ, ഇവിടുത്തെ വർഗ ബഹുജന സംഘടനകളുടെ അണികൾ, ഇവർക്കാർക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഈ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു അത്രേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങൾ പിടിച്ചെറിഞ്ഞത്, വലിച്ചെറിഞ്ഞത്. എന്നിട്ട് ഉളുപ്പില്ലാതെ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കേവലം ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടിക്കൊടുക്കുന്നു. ഇവിടുത്തെ റാങ്ക് ലിസ്റ്റുകളിലെ കാലാവധി ദീർഘിപ്പിക്കുന്നു. ഈ മഞ്ഞക്കുറ്റി ഇട്ടുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആകെ ഭീഷണിയായി മാറിയ ആ അവസ്ഥ മാറ്റുന്നു. തലമണ്ടടിച്ചു പൊട്ടിച്ച ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായിയുടെ അംഗരക്ഷകർക്കെതിരെ അന്വേഷണം ആരംഭിക്കുന്നു. ഇങ്ങനെ ഏറ്റവും ജനങ്ങൾക്ക് ആവേശം നൽകുന്ന നടപടികളുമായി VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് പച്ച നുണ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദളിത് വേട്ട നടത്തുകയാണത്രേ. ഇതൊക്കെ പറയാനേ ഒരു ചില്ലറ തൊലിക്കെട്ടിത് പോരാ. 10 വർഷം 8 പട്ടികജാതി വർഗ കുടുംബങ്ങളെ, 8 ദളിത് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ, അവരുടെ ജീവന് ഒരു ഉറപ്പും കൊടുക്കാത്ത, അവർക്ക് പുനരധിവാസം ഒരുക്കാത്ത പിണറായി സർക്കാർ ഇപ്പം ഒരാഴ്ചക്കുള്ളിൽ കൈവിരൽ ചുണ്ടുകയാണ്. കൊടുക്കണോ 10 വർഷം ഇവർ കൊടുത്തില്ല. 10 വർഷം കൊടുക്കാത്ത അധവന്മാർ, തെണ്ടികൾ, പന്ന നാറികൾ പറയുകയാണ് കൊടുക്കടോ എന്ന്. ഇവനെയൊക്കെയാണ് ശരിക്കും രമേശ് ചെന്നിത്തലയുടെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടേണ്ടത്. ശ്രീനിജനെയും ഈ പറയുന്ന P രാജീവിനെയും ഇവർക്ക് ജയ് വിളിക്കുന്ന ഈ ഒരുപാട് അന്തംഗമ്മികളെയും. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഇതാ ഏറ്റവും പുതിയ വാർത്ത. മലയിടന്തുരുത്ത് പര്യത്ത് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടി 23 എന്ന് പറഞ്ഞാൽ നാളെ 23 തുടരണമെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ കർശന നിർദ്ദേശം. പെരുമ്പാവൂർ മുൻസിഫ് കോടതി പറയുകയാണ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ്. ആരോട്? ഈ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയോട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ശങ്കരൻ നായർ കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പറയുന്നുണ്ടോ ശങ്കരൻ നായർ അനധികൃതം. എന്ത് അനധികൃതോ? സുപ്രീം കോടതിയുടെ തീരുമാനമല്ലേ. സുപ്രീം കോടതിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ എന്ത് അനധികൃതമാണ്? എന്നിട്ട് സുപ്രീം കോടതി പറയാണ് ഹൈക്കോടതിയോട് അത് ഒഴിപ്പിച്ചു കൊടുക്ക്. കേവലം 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാനാണ് പറയുന്നത്. അത് ഒഴിപ്പിച്ചിരിക്കണമെന്നാണ് കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് പോലീസിനോട് അനങ്ങരുത്, മിണ്ടരുത് എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല. രമേശ് ചെന്നിത്തലയ്ക്കും കഴിയില്ലെന്നേ.
കാരണം കോടതി പറയുകയാണ് ആമീൻ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്, അഭിഭാഷക കമ്മീഷനെ പറഞ്ഞയക്കുന്നുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുന്നുണ്ട്. ഇവർക്കൊക്കെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞാൽ പോലീസ് സംരക്ഷണം നൽകണം. അപ്പോൾ ഈ പറയുന്ന അവിടുത്തെ ദളിത് കുടുംബങ്ങളും അവർക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഈ സഖാക്കളും അവിടെ പ്രകോപനം സൃഷ്ടിച്ചാൽ എന്താ ചെയ്യുക? പോലീസ് കൈ കെട്ടി നിൽക്കുകയാണ് ചെയ്യുക. പോലീസ് തീർച്ചയായും ഇടപെടും. അപ്പം പറയും ദളിത് വേട്ട എന്ന് പറഞ്ഞാൽ ദളിത് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ദളിതരെ മുഴുവനും കണ്ണീര് കുടിപ്പിച്ച പിണറായി സർക്കാർ അവർക്ക് നേരത്തെ പറഞ്ഞത് ഇവിടെ അതിദാരിദ്ര്യം ഇല്ലാതെയാക്കി, എല്ലാ ആൾക്കാർക്കും വീട്. എന്നിട്ടാണ് 8 കുടുംബങ്ങൾ ഇപ്പോഴും വേവുന്ന മനസ്സുമായി ആ കോളനിയിൽ കഴിയുന്നത് കേട്ടോ. 2.65 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ശങ്കരൻ നായർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ആ സ്ഥലത്താണ് ഈ കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. എന്നിട്ട് അവരെ കത്തിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവേശപ്പെടുകയാണ്. നിങ്ങൾ ഇറങ്ങണ്ട സുപ്രീം കോടതി പറഞ്ഞിട്ടെ. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കൂ. ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന, കൈരളി മാത്രം വായിക്കുന്ന ആൾക്കാരുടെ ധാരണ എന്താണെന്നറിയോ? സതീശൻ സർക്കാർ വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ദളിതരെ മുഴുവൻ ഇറക്കി വിടാൻ പോവുകയാണ്. സതീശന്റെയും ചെന്നിത്തലയുടെയും ആഗ്രഹപ്രകാരം അവരുടെ ക്രൂരത, അവര് ദളിതരെ മുഴുവൻ ഒഴിവാക്കുകയാണ്. ഇത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. സുപ്രീം കോടതി കഴിഞ്ഞ 14 തവണ ഇതിനു വേണ്ടി സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും ഇവര് അതിനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് എത്ര ലജ്ജാകരമല്ല. ക്രൂരത പിണറായി വിജയൻ സർക്കാരിന്റെ ദളിത് ക്രൂരത. ഇപ്പൊ എന്നിട്ട് ഇവര് പറയാണ് അത് വി.ഡി. സതീശൻ സർക്കാരിന്റെ ക്രൂരത. നിങ്ങൾ കള്ളത്തരം പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലമൊക്കെ പോയടോ. അതെനിക്ക് മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്ന കള്ളത്തരം ആര് വിശ്വസിക്കാൻ? നിങ്ങളെ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ച് പോകാനാണ് നിങ്ങളുടെ സഖാക്കൾ പറയുന്നത്. ഗോവിന്ദ രാജിവെച്ച് പോടോ എന്നാണ് നിങ്ങളുടെ സഖാക്കൾ പറയുന്നത്. ഇപ്പൊ എന്നിട്ട് ഏറ്റവും താഴെ തട്ടിൽ ഈ ചർച്ച നടത്തുമ്പോ ഏരിയ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ നേതൃത്വത്തെ വിമർശിക്കരുത് എന്ന് പറയുന്നത്. പണ്ട് ഗോവിന്ദൻ എന്താ പറഞ്ഞത് അല്ലെ? ഗോവിന്ദൻ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കെ ചർച്ചക്കിടയിൽ കയറി എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ചർച്ച നടത്തും, ഞങ്ങൾ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർച്ച നടത്തും, എല്ലാവരും അഭിപ്രായം പറയണം, സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായം പറയണം, ധീരതയോടെ അഭിപ്രായം പറയണം, പേടിക്കരുത്. ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾ അഭിപ്രായം പറയാം, പക്ഷേ പിണറായിയെ കുറിച്ച് മിണ്ടരുത്, ഗോവിന്ദനെ കുറിച്ച് മിണ്ടരുത്, ബേബിയെ കുറിച്ച് മിണ്ടരുത്, മരുമോനെ കുറിച്ച് മിണ്ടരുത്. പിന്നെ ആരെ കുറിച്ചാണ് മിണ്ടേണ്ടത്? നിങ്ങളെ കുറിച്ച് പറഞ്ഞോ. ഇതാണ് പറയുന്നത്. കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന ഈ സംഘടനയുണ്ടല്ലോ, ഈ അധമ സംഘടന, ഈ തമ്മാടിക്കൂട്ടം കേരളത്തിൽ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനും പോയല്ലോ അല്ലേ? എത്ര പേർ കെ രാഗേഷ് എന്ന് പറയുന്നത് ഇവിടെ TKG ജയിച്ചത്, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്, നമ്മുടെ സുധാകരൻ ജയിച്ചത്, ഇതൊക്കെ ജയിച്ചത് ന്യൂനപക്ഷ അല്ലെ പള്ളി പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ആര്? നമ്മളെ കെ രാഗേഷ് പറയുന്നത്. എടോ കെ രാഗേഷേ, ഈ ഇത്ര വലിയ പൊട്ടനോ? ഈ പൊട്ടൻ വയ്യ. എങ്ങനെയാണ് ഇവന്മാരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.